പ്രോട്ടസ്റ്റിലേക്ക് ഞാൻ എത്തണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആരും വിളിക്കണ പോലെ രൂപേഷ് വിളിച്ചു, ഇങ്ങനെ ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ഉള്ള അഫ്സൽഖാനെ മുമ്പേ അറിയാമായിരുന്നു. ആമീനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ മുമ്പേ അറിയാമായിരുന്നു. ആദ്യം അഫ്സൽഖ വിളിച്ചു, പിന്നെ അതിന് ശേഷം രൂപേഷ് വിളിച്ചു. എന്നിട്ട് കഥ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചിങ്ങനെ ഡേറ്റ്സിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാൻ പറ്റും. എനിക്ക് കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് രൂപേഷ്. കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ എത്തിപ്പെട്ടു. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലാണ് ഷൂട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂരിലാണ് ലൊക്കേഷനെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാം എന്നുള്ളൊരു സൗകര്യം അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പിന്നെ യൂട്യൂബ് റൂട്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ വയ്ക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ്, തട്ടകത്തിൽ ആണ് ഫസ്റ്റ് ഷോട്ട് വയ്ക്കണത്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ എന്ന് പറയണത് അപർണ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ IT പ്രൊഫഷണലായിട്ടാണ് ചെയ്യണത്. അതിൽ ആസിഫിൻ്റെ വൈഫായിട്ട് ചെയ്യുന്നു. പിന്നെ ഈ ക്യാരക്ടർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപർണയ്ക്കൊരു ട്രോമയുണ്ട്. ആ ട്രോമ എന്താണെന്ന് ഞാനിപ്പോൾ പറയണില്ല. ആ ട്രോമയിലൂടെയാണ് ഈ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണത്. ഒബ്വിയസ്ലി എൻ്റെ ക്യാരക്ടർ തന്നെയാണ്. കാരണം കഥ എന്ന് പറയുമ്പോൾ ഇത് പല ആൾക്കാരുടെ പ്രസൻറ്റേഷനാണ് ഈ സ്റ്റോറി. അതായത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ക്യാരക്ടർ, അപർണ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മൂവിയിലൊരു സ്ട്രോങ് റോളാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മൂവി നോക്കുമ്പോൾ ആദ്യം ഡയറക്ടർ ആരാന്ന് നോക്കും, പിന്നെ നമ്മുടെ റോൾ എന്താന്ന് നോക്കും, നമ്മുടെ ആ റോളിന് കഥയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കും, പിന്നെ ഒബ്വിയസ്ലി പ്രൊഡ്യൂസർ ആരാന്ന് നോക്കും, കാരണം അവരാണല്ലോ കാശ് തരേണ്ടത് ഫൈനലി. അങ്ങനെ നോക്കും. എല്ലാം കൂടി വന്നപ്പോൾ ടോട്ടലി എനിക്കതിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാരക്ടർ ചൂസ് ചെയ്തത്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാവരും ഞാൻ മര്യാദയ്ക്ക് നേരിട്ട് കണ്ടത് വളരെ അപൂർവമായിട്ടാണ്. കാരണം എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്ന ആസിഫായിട്ടും അഹമ്മദുമായിട്ടും മാത്രമാണ്. ബാക്കി ആർട്ടിസ്റ്റുകളായിട്ടുള്ള കോമ്പിനേഷൻസ് കുറവാണ്. ശരിക്കും പറയാച്ചാൽ കുറവെന്നല്ല, ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആസിഫിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്. ആസിഫ് ഭയങ്കര എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു രീതി അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിളായിരുന്നു അഭിനയിക്കാനായിട്ട്. ഒപ്പം അഹമ്മദ് ഭയങ്കര കൂളായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അതും ഭയങ്കര സുഖമായിരുന്നു അഭിനയിക്കാനായിട്ട്, ഭയങ്കര കംഫർട്ടായിരുന്നു. രൂപേഷിൻ്റെ എനർജി സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ആളുടെ പോസിറ്റീവ് വൈബ്സ് നമുക്കും കൂടി കിട്ടും. അതാണ് ഞാൻ കണ്ട ഏറ്റവും ഒരു പ്ലസ് പോയിൻറ്റ്. പിന്നെ രൂപേഷിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ ഒരു ഡൗട്ട്സോ ഒന്നുമില്ല. അപ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ആൾക്ക് കുറച്ചും കൂടിയും ഇത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അത് പറഞ്ഞു തരുന്നു, അത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു പോയിണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഈ ഒരു രഹസ്യം ചോദിക്കുമ്പം ആൾ പറയുന്ന ഒരു കാര്യം എപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം ഇതാണ്: നമുക്ക് സ്ക്രീനിൽ എന്താണോ കാണാൻ ആഗ്രഹിക്കണേ അത് നമ്മൾ ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒബ്വിയസ്ലി പടം നന്നാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടിപ്പ് ഞാൻ മനസ്സിലെടുത്ത് വെച്ചിരിക്കുക. കൂട്ടായ്മയ്ക്ക് ഒരു കുറവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇപ്പോൾ ചെയ്ത പടങ്ങളെല്ലാം വെച്ച് വരുമ്പോൾ അങ്ങനെ തോന്നിയില്ല. ബിക്കോസ് നല്ലൊരു ടീം വർക്ക് ഇല്ലെങ്കിൽ ഒരു പടവും നന്നാവില്ല. അത് എല്ലാവരുടെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺട്രിബ്യൂഷനാണ്. തീർച്ചയായിട്ടും ഈ സിനിമയിലും അതുപോലെ തന്നെയാണ്. പരസ്പരം എല്ലാ ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും പരസ്പരം കണക്റ്റഡ് ആണ് ഈ സിനിമയിൽ. കഥ തന്നെയാണ്, തീർച്ചയായിട്ടും കഥ തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. കഥയും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയുമാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് എന്താണെന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രൂപേഷാണ്. ഇതിൻ്റെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ പറയും രൂപേഷാണ്. എനിക്കിപ്പോഴും സത്യമായിട്ടും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ന്യൂ ജനറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് സത്യമായിട്ടും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് മുമ്പുള്ള ഇപ്പോൾ 80s ഒക്കെ ആണെങ്കിൽ
അന്നത്തെ സിനിമകൾ അന്നത്തെ ജനറേഷൻ്റെ പടമായിരുന്നു, അന്നത്തെ ന്യൂ ജനറേഷൻ പടമായിരുന്നു. 90s ആണെങ്കിൽ അത് 90s ന്യൂ ജനറേഷൻ പടമായിരുന്നു. ഇപ്പോൾ 2000s പോകുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, അങ്ങനെ ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്യുള്ളൂ. എന്താ ഈ കുടുംബങ്ങൾ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞാൽ തോന്നാതിരിക്കുക എന്നുള്ളത് മേ ബി ആ ഒരു ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത സീക്വൻസസ് അതിലുണ്ടാവുക എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും യൂട്യൂബ് ബ്രൂട്ടസ് അങ്ങനെ ഒരു പടമല്ല, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് മനസ്സിന് ഒരു 2 മണിക്കൂർ സന്തോഷം എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇതിൻ്റെ സബ് ടൈറ്റിൽ പോലെ തന്നെ വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ ചതി എന്നാണ്. അപ്പോൾ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയുന്നതും ഒരു എന്താ പറയുക സീരിയസ് സബ്ജക്റ്റാണ് ശരിക്കും. പക്ഷെ അതിനെ ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ചതികളുടെ കഥയാണ് യൂട്യൂബ് ബ്രൂട്ടസ്. എങ്കിലും ചതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടി അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷേ ഈ സിനിമയിൽ അതിന് വളരെ ലൈറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്.